ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അദ്വിത ഫെബിൻഷ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ +1 റിസൾട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ലൈവായിട്ട് നമുക്കൊന്ന് കാണാം എങ്ങനെയാണ് +1 റിസൾട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ വിഷ് യു ഓൾ ദ വെരി സക്സസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +1 റിസൾട്ട് 2023 ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ രണ്ടാമത്തെ സൈറ്റ് ഉണ്ടല്ലോ, കേരള +1 റിസൾട്ട് 2023 ടുഡേ ഓൺ കേരള റിസൾട്ട്സ് .nic.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അതിൻ്റെ ഒരു ഹോം പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലിങ്ക് വേണം. അപ്പോൾ ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു കേരള results.nic.in എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലിങ്കിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. കേരള എക്സാമിനേഷൻ റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ കണ്ടോ നിങ്ങൾ, DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2023 അനൗൺസ്ഡ് ഓൺ, ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്, ഓൺ 15th June 2023. അപ്പം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് 11 മണിക്ക് റിസൾട്ട്സ് വരുമെന്ന് പറഞ്ഞിട്ട്. സാങ്കേതിക കാരണങ്ങളാലാകാം കുറച്ച് വൈകിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഏകദേശം നമുക്ക് വലിയ തെറ്റില്ലാതെ, അതായത് ഒരു 12-12:30 മണിയോടുകൂടി തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. VHSCയുടേതും പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2023 ഫസ്റ്റ് ഇയർ റിസൾട്ട് അനൗൺസ്ഡ് ഓൺ 15 June 2023 എന്നുള്ള ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ റോൾ നമ്പർ കൊടുക്കുക, അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക, തെറ്റാതെ കൊടുക്കുക. നമ്പേഴ്സ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, തിരക്കിട്ട് ചെയ്യുക, ടെൻഷൻ കൂടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. 53 എന്നുള്ളത് ചിലപ്പോൾ 35 എന്നൊക്കെ എഴുതി പോവും. അപ്പോൾ ആ ഒരു ഡിജിറ്റ് കറക്റ്റായിട്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ +1 വിദ്യാർത്ഥി അല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് സ്കൂൾ വൈസ് ആയിട്ട് എന്ത് നോക്കാൻ പറ്റും, ഈ റിസൾട്ട്സ് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സ്കൂൾ കോഡ് എന്ന് കാണാം, അതേപോലെ തന്നെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കാണാം, റീസെറ്റ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ സ്കൂൾ കോഡ്, ഇപ്പോൾ നിങ്ങളുടെ സ്കൂൾ കോഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു സ്കൂൾ കോഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് അടിക്കുവാണ്. ഏതെങ്കിലും ഒരു സ്കൂൾ കോഡ് കേട്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, അത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് കാണാൻ പറ്റും, അവരുടെ ഗ്രൂപ്പ് കാണാൻ പറ്റും, സബ്ജക്റ്റ് കാണാൻ പറ്റും. അതേ സബ്ജക്റ്റ് എന്താ പറയുക, ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നുള്ളത് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോ കുട്ടിയുടേതും രജിസ്റ്റർ നമ്പർ വെച്ചിട്ട് ഓരോ കുട്ടിയുടെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സയൻസിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, അതേപോലെ തന്നെ നമുക്ക് ഹ്യൂമാനിറ്റീസിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ കുട്ടികളുണ്ട് അത്രയും കുട്ടികളുടെ +1 റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ കൊമേഴ്സും സയൻസും ഹ്യൂമാനിറ്റീസും എന്ന് വേണ്ട എല്ലാ മാർക്സും നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട്സ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂൾ കോഡ് അറിയാമെങ്കിൽ സ്കൂൾ കോഡ് വെച്ചിട്ട് ആ ഒരു അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പും ആ ഒരു സബ്ജക്റ്റും, സബ്ജക്റ്റ് 1, 2, 3, 4 അങ്ങനെ മൊത്തം നമുക്ക് 6 സബ്ജക്ട്സ് ആണല്ലോ, 6 സബ്ജക്ട്സിനെ മാർക്സ് അറിയാൻ പറ്റും. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് അറിയണം. ഇൻഡിവിജ്വലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങളുടെ മാർക്സും അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രേഡും, ആ സബ്ജക്റ്റിന് നിങ്ങളുടെ ഗ്രേഡും പെർസെൻറ്റേജും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഫോണിലാണ് നോക്കുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ല ഇതുപോലെ ലാപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ കഫേയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ
നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിനി ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഞാൻ ഏത് പേപ്പറാണ് റീവാലുവേഷന് കൊടുക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു കോപ്പി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിട്ട് നമ്മൾ ഒരുപാട് കാലമായാലും ഈ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ +2 നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. +2 ആണ് ഇനി നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. +1ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ +2 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ്. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താട്ടോ എല്ലാവരും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.